ഹായ് മക്കൾസ്, അറക്കലാണ്. നമ്മുടെ 9ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അവസാനത്തെ ചാപ്റ്റർ, ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത് 9 ഫൈലം. കിങ്ഡം അനിമേലിയനെ 9 ഫൈലമാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ 9 ഫൈലത്തിൽ നിന്ന് എന്തായാലും ചോദ്യം വരും. ഏതെങ്കിലും ഒരു ഫൈലത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറച്ച് ഫൈലത്തിൻ്റെ പോയിന്റ്സ് തന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിക്കാനോ എന്തെങ്കിലുമൊക്കെ ചോദ്യം അതിൽ നിന്ന് ഷുവർ. അപ്പോൾ അതെന്ത് ചെയ്യണം? 9 നമ്മൾ പഠിക്കണം. 9 പഠിച്ചാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ, കാരണം ഏത് ചോദിച്ചാൽ നമുക്ക് കിട്ടും, നോ ടെൻഷൻ. ഓക്കെ, പിന്നെ എന്തിനാമത്തെ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ 9 ഫൈലം ഇൻ 1 വീഡിയോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേട്ടോളൂ സുഹൃത്തുക്കളെ. അതിൽ ഒന്നാമത്തെ ഫൈലം പോരിഫെറ. പോരിഫെറയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. പോരിഫെറ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് പ്രസൻസ് ഓഫ് പോർസ്. പോരിഫെറയ്ക്ക് എന്തുണ്ട്? പോർസ് ഉണ്ട്, അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, ചെറിയ കുഞ്ഞു സുഷിരങ്ങളുണ്ട്, ഓട്ടകളുണ്ട്. ഓക്കെ, പിന്നെ അതവൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് അത് അക്വാട്ടിക് ആണ്, അഥവാ ജലജീവികളാണ്. വെള്ളത്തിൽ മാത്രമേ കാണപ്പെടുള്ളൂ, കരയിൽ കാണപ്പെടില്ല. അതിന് ഉദാഹരണമായിട്ട് വരുന്നത് സ്പോഞ്ചസ് ആണ്. സ്പോഞ്ച് നമ്മൾ സാധാ സ്പോഞ്ച് അല്ല, അതൊരു ജീവിയുടെ പേരാണെന്ത്? സ്പോഞ്ച്. ഓക്കെ, അപ്പോൾ പോരിഫെറയുടെ പ്രത്യേകത പ്രസൻസ് ഓഫ് പോർസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അക്വാട്ടിക് ആണ്, പിന്നെ ഉദാഹരണം വരുന്നത് സ്പോഞ്ചസ് ആണ്. രണ്ടാമത്തേത് നിഡേറിയാണ്. നിഡേറിയൻ്റെ പേരിൽ തന്നെ ഉണ്ട് പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നിഡ. ഓക്കെ, നിഡേറിയ അതിലൊരു നിഡയുണ്ട്, നിഡോബ്ലാസ്റ്റ് അതിലൊരു നിഡയുണ്ട്. അപ്പോൾ നിഡേറിയയുടെ പ്രത്യേകത എന്താണ്? പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് കാണപ്പെടുന്നു. പിന്നെ അവരുടെ പ്രത്യേകതയും കൂടി എന്താണ്? അക്വാട്ടിക് ആണ്. അവൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്? അക്വാട്ടിക് ആണ്, ജലജീവികളാണ്. ഉദാഹരണം ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ അനിമോൺ. ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ അനിമോൺ. ഇതിൽ സീ അനിമോൺ എന്ന് പറഞ്ഞാൽ കടൽ പൂവ്. ഓക്കെ, പിന്നെ ഹൈഡ്രയുടെയും ജെല്ലി ഫിഷിൻ്റെയും പേര് അതുപോലെ തന്നെയാണ് മലയാളത്തിലും. ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ അനിമോൺ അഥവാ കടൽ പൂവ്. അതെന്താണ്? അക്വാട്ടിക് ഓർഗാനിസം ആണ്. പിന്നെ പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് കാണപ്പെടുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. അപ്പോൾ 1 പോരിഫെറ, 2 നിഡേറിയ, 3 പ്ലാറ്റി ഹെൽമിന്തസ്. ഫ്ലാറ്റ് ഒന്ന് പറയാണ്, ഫ്ലാറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ബോഡി ഫ്ലാറ്റ് ആയിരിക്കും, ബോഡി പരന്നിട്ടായിരിക്കും. പരന്ന സാധനങ്ങളൊക്കെ അധികം സോഫ്റ്റ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ പത്തിരി സോഫ്റ്റ് ആണ്, പരന്നിട്ടാണ്, അതുകൊണ്ട് സോഫ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി പരന്നിട്ടാണ്, സോഫ്റ്റ് ആണ്. അപ്പോൾ പരന്നതൊക്കെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫ്ലാറ്റ്, സോഫ്റ്റ് രണ്ടാമത്തെ പ്രത്യേകത കിട്ടി. പരന്നതായിരിക്കും, മൃദുവായിരിക്കും. പിന്നെ ഇത് ചെറിയ ജീവിയാണല്ലോ, അപ്പോൾ സ്മാൾ. ഓക്കെ, അപ്പോൾ സ്മാളാണ്, സോഫ്റ്റ് ആണ്, ഫ്ലാറ്റ് ആണ്. അങ്ങനെയുള്ള വേംസ്, അങ്ങനെയുള്ള വിരകളാണ് ഏത്? പ്ലാറ്റി ഹെൽമിന്തസ്. ഉദാഹരണമായിട്ട് വരുന്നത് പ്ലനേറിയ ഫ്ലൂക്ക്. എങ്ങനെയാണ്? പ്ലനേറിയ ഫ്ലൂക്ക്. പ്ലനേറിയയിൽ ലായുണ്ട്, ഫ്ലൂക്കിലും ലായുണ്ട്, പ്ലാറ്റി ഹെൽമിന്തസിലും ലായുണ്ട്. അങ്ങനെ ആലോചിക്കുക. പ്ലാറ്റി ഹെൽമിന്തസിൽ ലായുണ്ട്, പ്ലനേറിയയിൽ ലായുണ്ട്, ഫ്ലൂക്കിലും ലായുണ്ട്. നെക്സ്റ്റ് വൺ നിമറ്റോഡയാണ്. നിമറ്റോഡ ഈസ് വെരി സിമ്പിൾ ആണ്. നിമറ്റോഡൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് ആൻഡ് റൗണ്ട് ബോഡിയുടെ വേംസ് ആണ്. മറ്റവൻ എങ്ങനെയായിരുന്നു? ഫ്ലാറ്റ്, സോഫ്റ്റ്, സ്മാൾ വേംസ് ആയിരുന്നു. ഫ്ലാറ്റ് പരന്നിട്ട്, സ്മാൾ ചെറുതായിട്ട്, സോഫ്റ്റ് ആയിട്ടുള്ള വേംസ് ആയിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നീണ്ടു ഉരുണ്ട വിരകൾ. ജസ്റ്റ് ഇങ്ങനെ നീണ്ടു പോവല്ല, നീണ്ടു ഉരുണ്ട വിരകൾ. ഓക്കെ, നീണ്ടു ഉരുണ്ട വിരകൾ അല്ലെങ്കിൽ ലോങ് ആൻഡ് റൗണ്ട് ബോഡിയുടെ വേംസ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് വേം, ഹുക്ക് വേം, പിൻ വേം. 3 വേമുകൾ കേട്ടോ. റൗണ്ട് വേം, ഹുക്ക് വേം, പിൻ വേം. അങ്ങനെ വേം വെച്ച് അവസാനിക്കുന്ന ഒക്കെ എന്തായിരിക്കും? നിമറ്റോടെ ആയിരിക്കും. അതിൽ ടൈപ്പ് വേം മാത്രം പ്ലാറ്റി ഹെൽമിന്തസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള റൗണ്ട് വേം, ഹുക്ക് വേം, പിൻ വേം. റൗണ്ട് വേം, ഹുക്ക് വേം, പിൻ വേം 3 ഏതായിരിക്കും? നിമറ്റോടെ ആയിരിക്കും. ഇനി അതിൻ്റെ മലയാളം ഉരുണ്ടവിര, കൊക്കപ്പുഴു, കൃമി. നെക്സ്റ്റ് വൺ അനലിഡയാണ്. അനലിഡയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബോഡി സെഗ്മെൻറ്റഡ് ബോഡി ആയിരിക്കും, ഖണ്ഡങ്ങളായ ശരീരമായിരിക്കും. അതായത് ബോഡിയെ ഇങ്ങനെ ഓരോ പാർട്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ട്രെയിനൊക്കെ കണ്ടിട്ടില്ലേ? ട്രെയിനിൽ ഓരോ കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഓരോ ബോഗികൾ. അതുപോലെ തന്നെ സെഗ്മെൻറ്റഡ് ബോഡി ആയിരിക്കും, ഖണ്ഡങ്ങളായ ശരീരമായിരിക്കും അനലിഡക്ക് ഉണ്ടാവുക. അതിന് ഉദാഹരണമായിട്ട് വരുന്നത് എർത്ത് വേം, മണ്ണിര. ഓക്കെ, മണ്ണിരയുടെ ബോഡിയിൽ ഓരോ പാർട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അട്ടയുടെ ബോഡിയിൽ, ലീച്ചിൻ്റെ ബോഡിയിലും എന്തുണ്ടാവും? ഓരോ പാർട്ടാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് വെവ്വേറെ സാധനങ്ങളൊന്നല്ല, ഒറ്റ ബോഡിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് പാർട്ട്. പക്ക ട്രെയിൻ പോലെ തന്നെ. ട്രെയിൻ ഒറ്റ ട്രെയിനിലേക്കാരം, ഇഷ്ടം പോലെ ബോഗികൾ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ അനലിഡ സെഗ്മെൻറ്റഡ് ബോഡി ആയിരിക്കും. നെക്സ്റ്റ് വൺ ആർത്രോപോഡ. ആർത്രോ മീൻസ് ജോയിൻ്റ് എന്നാണ്, പോഡ മീൻസ് ലെഗ് എന്നാണ്. പോഡ എന്ന് പറഞ്ഞാൽ പോഡാന്നല്ല കേട്ടോ, പോഡ എന്ന് പറഞ്ഞാൽ ലെഗ്, ആർത്രോ മീൻസ് ജോയിൻ്റ്. അപ്പോൾ ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജോയിൻറ്റഡ് ലെഗ്സ്. അതെ, അതാണ് ഒന്നാമത്തെ പ്രത്യേകത, ജോയിൻറ്റഡ് ലെഗ്സ്.
കൂടിച്ചേർന്ന കാലുകളായിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത എക്സോസ്കെലട്ടൺ ആണ്, ബാഹ്യ അസ്ഥികൂടാണ്. അസ്ഥികൂടം പുറത്തായിരിക്കും. നമ്മളൊക്കെ അസ്ഥികൂടം ഉള്ളിലല്ലേ? മനുഷ്യന്റെ അസ്ഥികൂടം ഉള്ളിലാണ്, പട്ടിയുടെ ഉള്ളിലാണ്, പൂച്ചന്റെ ഉള്ളിലാണ്, ആനന്റെ ഉള്ളിലാണ്, കുതിരന്റെ ഉള്ളിലാണ്. പക്ഷേ ഈ ജീവികളുടെ അസ്ഥികൂടം ബോഡിക്ക് പുറത്തായിരിക്കും. ഉദാഹരണം ഞണ്ട്, അതേപോലെ തന്നെ കൊഞ്ച്, പാറ്റ. കൊഞ്ച് മീൻസ് ചെമ്മീൻ കേട്ടോ. ചെമ്മീൻ്റെ അസ്ഥികൂടം പുറത്താണ്, ഞണ്ടിൻ്റെ അസ്ഥികൂടം പുറത്താണ്. കോക്രോച്ച്, പാറ്റൻ്റെ അസ്ഥികൂടം എവിടെയാണ്? പുറത്താണ്. തേളിൻ്റെ അസ്ഥികൂടം പുറത്താണ്. ഇത്തരത്തിലുള്ള ജീവികളാണ് ഇത് ആർത്രോപോഡയിൽ വരുന്നത്. ഒന്നവരുടെ പ്രത്യേകത എന്താണ്? എക്സോസ്കെലട്ടൺ, അസ്ഥികൂടം പുറത്താണ്, ബാഹ്യ അസ്ഥികൂടം. രണ്ട് ജോയിന്റഡ് ലെഗ്സ്, കൂടിച്ചേർന്ന കാലുകളായിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ മൊളുസ്ക. നല്ല പേരട്ടോ, മൊളുസ്കന്റെ ആ ഒരു പേരിൽ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ? മൊളുസ്ക, ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ഒരു റൊമാൻറ്റിക് ഉണ്ട്. മൊളുസ്ക. അതുകൊണ്ട് തന്നെ പേര് പോലെ തന്നെ അവരുടെ ബോഡി എന്തായിരിക്കും? ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മൊളുസ്ക പേരിൽ തന്നെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അതുകൊണ്ട് അവന്റെ ബോഡി എന്തായിരിക്കും? ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ബോഡി ആയിരിക്കും, മൃദു ശരീരമായിരിക്കും. പക്ഷേ സോഫ്റ്റ് ബോഡി ആണെങ്കിലും അതിനെ കവർ ചെയ്തിട്ടുള്ള കവറിങ് ഉണ്ടല്ലോ, അത് കാൽഷ്യം കാർബണേറ്റ് ഷെല്ല് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കാൽഷ്യം കാർബണേറ്റിന്റെ കവറിങ് ആയിരിക്കും. കാൽഷ്യം കാർബണേറ്റിന്റെ കവറിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയായിരിക്കും. ബോഡി സോഫ്റ്റ് ആണ്, പക്ഷെ അതിന്റെ കവറിങ് കാൽഷ്യം കാർബണേറ്റ് ഷെല്ലാണ്. കാൽഷ്യം കാർബണേറ്റ് ഷെല്ലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കവേഴ്സ് ദ ബോഡി, ബോഡിനെ കവർ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള കവചമാണ്. അപ്പം അതിന് ഭയങ്കര കട്ടി ഉണ്ടാവും. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബോഡി സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ ബോഡിക്ക് ചുറ്റുമുള്ള കവറിങ് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള കവറിങ് ആയിരിക്കും. ഉദാഹരണം സ്നെയില് മീൻസ് ഒച്ച്. ഓക്കെ, ഒച്ച്. പിന്നെ ക്ലാം, കക്കൻ്റെ ഉള്ളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിക്കാരം, പക്ഷെ അതിൻ്റെ പുറത്ത് നല്ലൊരു തോടുണ്ടാവും, കട്ടിയുള്ള ഒരു തോടുണ്ടാവും. പിന്നെ ഒക്ടോപ്പസ്, നീരാളി ട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണം, മൊളുസ്കൻ്റെ ഉദാഹരണം. പിന്നെ മൊളുസ്കയുടെ എല്ലാ ടൈപ്പ് ജീവികളിലും എന്തില്ല? കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള കവറിങ് ഇല്ല. ഓക്കെ, ചില ജീവികളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കക്ക അങ്ങനെയുള്ള ജീവികളിലൊക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എക്കിനോഡെർമേറ്റ. എന്താണ് പേര്? എക്കിനോഡെർമേറ്റ. അതിൽ എക്കിനോ അല്ലെങ്കിൽ എക്കൈൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയോ? സ്പൈൻ എന്നാണ് മീനിങ്. സ്പൈൻ എന്ന് പറഞ്ഞാൽ മുള്ള്, എക്കിനോ എന്ന് പറഞ്ഞാൽ സ്പൈൻ അല്ലെങ്കിൽ മുള്ള് എന്നാണ്. അപ്പോൾ ഈ ഒരു ജീവിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്പൈനി ബോഡി ആയിരിക്കും, മുള്ളുകളുള്ള ശരീരമായിരിക്കും. അപ്പോൾ മുള്ളുണ്ടോ? അതെന്തായിരിക്കും? എക്കിനോഡെർമേറ്റ ആയിരിക്കും. അങ്ങനെയെങ്കിൽ മുള്ളം പന്നി എക്കിനോഡെർമേറ്റ ആണോ? അല്ല. എന്താ? അതിന് മുള്ളുണ്ടല്ലോ, പക്ഷെ അത് എക്കിനോഡെർമേറ്റ അല്ല. കാരണം ഇവിടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് മറൈൻ ഓർഗാനിസം ആയിരിക്കണം. മുള്ളം പന്നി മറൈൻ ഓർഗാനിസം ആണോ? അല്ല. അപ്പം എന്തായിരിക്കണം? സമുദ്രജീവിയുമായിരിക്കണം, മുള്ളുകളുള്ള ശരീരവുമായിരിക്കണം. അത്തരത്തിലുള്ള ടീമുകളാണ് ആര് വരിക? എക്കിനോഡെർമേറ്റയിൽ വരിക. സ്പൈനി ബോഡി, മറൈൻ ഓർഗാനിസം. അപ്പോൾ ആരൊക്കെയാണ് ഉദാഹരണം? സ്റ്റാർ ഫിഷ് അഥവാ നക്ഷത്ര മത്സ്യം, പിന്നെ സീ അർച്ചിൻ അഥവാ കടൽ ചേന. ഇതാണ് ഇതിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് വൺ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? പോരിഫറ പഠിച്ചു, നിഡേറിയ പഠിച്ചു, പ്ലാറ്റിയൽമിന്തസ് പഠിച്ചു, നിമറ്റോഡ പഠിച്ചു, അനലിഡ പഠിച്ചു, ആർത്രോപോഡ പഠിച്ചു, മൊളുസ്ക പഠിച്ചു, എക്കിനോഡെർമേറ്റ പഠിച്ചു. ആൻഡ് ലാസ്റ്റ് വൺ, മനുഷ്യനൊക്കെ ഉൾപ്പെടുന്ന പട്ടികൾ, പൂച്ചകൾ, ആനകൾ, കുതിരകൾ, പാമ്പുകൾ, പഴുതാരകളൊക്കെ ഉൾപ്പെടുന്ന കോർഡാറ്റ. കോർഡാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകിൽ നോട്ടോകോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോഡ് ഉണ്ടാവും. നോട്ടോകോഡിൻ്റെ മലയാളം നോട്ടോകോഡ് തന്നെയാണ്. അതായത് നട്ടലിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, എംബ്രിയോണിക് സ്റ്റേജിലുള്ള സാധനമാണ് ഇത് നോട്ടോകോഡ്. ഓക്കെ, അപ്പോൾ നോട്ടോകോഡോ അല്ലെങ്കിൽ നട്ടല്ലോ ഉള്ള ആളുകളാണ് ആര്? കോർഡാറ്റ. നോട്ടോകോഡോ നട്ടല്ലോ ഉള്ള ആളുകളാണ് ആര്? കോർഡാറ്റ. അപ്പോൾ കോർഡാറ്റിൻ്റെ പ്രത്യേകത ആ ജീവികൾക്ക് എന്തുണ്ടാവും? ഒന്നുകിൽ നോട്ടോകോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നട്ടല്ലുണ്ടാവും. ഒന്നുകിൽ നോട്ടോകോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നട്ടല്, അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ഉണ്ടാവും. ഇനി ഇതിൽ നിന്ന് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉദാഹരണം കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോൾ പ്രസൻസ് ഓഫ് പോർസ് ആരാണ്? പോരിഫറ. ഇനിയിപ്പോൾ പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് ആരാണ്? നിഡേറിയ. ഫ്ലാറ്റ് ബോഡിയുടെ വേംസ് ഏതാണ്? പ്ലാറ്റിയെൽമിന്തസ്. ലോങ് ആൻഡ് റൗണ്ടഡ് ബോഡിയുടെ വേംസ് ഏതാണ്? നിമറ്റോഡ. സെഗ്മെന്റഡ് ബോഡി അനലിഡ. ജോയിന്റഡ് ലെഗ്സ് ആർത്രോപോഡ. പിന്നെ സോഫ്റ്റ് ബോഡി മൊളുസ്ക. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ, സ്പൈനി ബോഡി എക്കിനോഡെർമേറ്റ. ഫ്ലൂക്ക് എന്തിൻ്റെ ഉദാഹരണമാണ്? ഫ്ലൂക്കിൽ ലായുണ്ട്, പ്ലാറ്റിയെൽമിന്തസിലും ലായുണ്ട്. സ്പോഞ്ചസ് എന്തിൻ്റെ ഉദാഹരണമാണ്? പോരിഫറ. ഹൈഡ്ര എന്തിൻ്റെ ഉദാഹരണമാണ്? നിഡേറിയൻ്റെ ഉദാഹരണം. പിന്നെ എന്താണ്? റൗണ്ട് വേം, ഹുക്ക് വേം, പിൻവേം, അങ്ങനെ വേമിൽ അവസാനിക്കുന്നതൊക്കെ എന്തിൻ്റെ ഉദാഹരണമായിരിക്കും? നിമറ്റോഡൻ്റെ ഉദാഹരണമായിരിക്കും. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മണ്ണിര എന്തിൻ്റെ ഉദാഹരണമാണ്? അനലിഡൻ്റെ ഉദാഹരണമാണ്. എന്നാൽ കടൽ ചേന അല്ലെങ്കിൽ നക്ഷത്ര മത്സ്യം അല്ലെങ്കിൽ സീ അർച്ചിനും സ്റ്റാർ ഫിഷിനും എന്തിൻ്റെ ഉദാഹരണമായിരിക്കും? എക്കിനോഡെർമേറ്റിൻ്റെ ഉദാഹരണമായിരിക്കും. മനുഷ്യൻ എന്തിൻ്റെ ഉദാഹരണമായിരിക്കും? കോർഡാറ്റിൻ്റെ ഉദാഹരണമായിരിക്കും. ഇങ്ങനെ തിരിഞ്ഞ് എന്ത് പോയിന്റ് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? പരീക്ഷയ്ക്ക് 3 അല്ലെങ്കിൽ 4 മാർക്കിന് ഈ ഒരു പാർട്ട് തന്നെ ചോദ്യം വരും. അപ്പോൾ 4 മാർക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാപ്പി അല്ലേ? അപ്പോൾ ഇനി വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. സോ സി യു സൂൺ. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം അറക്കൽ.